ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു മീൻകറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അയലക്കറിയാണ് ഞാനിന്ന് വെക്കുന്നത്. ഒരു പകുതി തേങ്ങ നന്നായി തിരുമ്മി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഒരു അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു പകുതി സവാള അരിഞ്ഞത്. അപ്പോൾ ഇവിടെ ചെറിയ ഉള്ളി കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ സവാള എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് ചെറിയ ജാറിലാക്കി നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ഇതിനകത്ത് മുരിങ്ങാക്കോലൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് ഇതൊക്കെ ഇടുമെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുന്നത്. മുരിങ്ങാക്കോല്, തക്കാളിക്ക്, അതുപോലെ ഒരു കഷ്ണം, ഒരു പച്ചമുളക്, അതുപോലെ കുറച്ച് കറിവേപ്പില. ഇനി ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സ്ലോ ആയിട്ട് വെച്ച ശേഷം നമ്മൾ തീ ഒന്ന് സ്ലോ ആയ ശേഷം അതിനകത്തോട്ട് നമുക്ക് ആവശ്യമായിട്ട് പൊടികളൊക്കെ ഒന്ന് ചേർത്തൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അതായത് ഞാനിവിടെ എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, പൊടികളെല്ലാം ഇട്ട് നന്നായിട്ട് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിലിട്ടാവോ അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ നല്ല മണം വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം നമുക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും വെള്ളം നമുക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതായത് എല്ലായിടത്തും പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും, അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഈ മുരിങ്ങാക്കോലും. എത്ര പേര് മുരിങ്ങാക്കോലൊക്കെ മീൻകറിയിൽ ഇടുമെന്നൊന്ന് പറയണേ. ഞങ്ങളെ നാട്ടിലൊക്കെ ഇടും, ഞങ്ങൾ തിരുവനന്തപുരത്താണ്, അപ്പം നമ്മൾ ഇടാറുണ്ട്. അപ്പം ഞങ്ങൾ ഇടും, അപ്പം നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇവിടെ കട്ടിയൊന്നും ഇല്ലാത്ത ചെറിയ മുരിങ്ങാക്കോലാണ് കിട്ടിയിരുന്നാലും കുഴപ്പമില്ല. അപ്പം അതും ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ പുളി ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് പിണം പുളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അത് ഒരു ചുള നന്നായിട്ട് കുഞ്ഞായിട്ട് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അതിനുശേഷം മൂടി വെച്ച് തിളപ്പിക്കണം. അതിനുശേഷം വെള്ളം, അതായത് നമ്മൾ ഈ കറി തിളച്ച ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ നന്നായിട്ട് എടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. എല്ലാ മീൻ കഷ്ണങ്ങളും ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. അപ്പം ആദ്യമൊക്കെ നമ്മൾ നിന്ന സ്ഥലത്ത് നമുക്ക് മീനൊന്നും കിട്ടത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആളുടെ സന്തോഷമാണ്. ബംഗാളിൽ നമ്മളെ മീനുകളും ഒക്കെ കിട്ടാറുണ്ട്, അതുകൊണ്ട് ഒരു സന്തോഷമാണ്. അപ്പം നമ്മൾ ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളെ മീൻകറി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പം നല്ല തിളയ്ക്കുന്നുണ്ട്. ഇനി സ്ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ചിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇറക്കാവുന്നതാണ്. ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മീൻകറിയും എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്